മുതലാളിമാരെക്കാളും ധനാഢ്യന്മാരെക്കാളും മുമ്പ് പാവങ്ങളായ പട്ടിണി പാവങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ദരിദ്രർ, ഏത് പട്ടിണി പാവങ്ങൾ, ആളുകളുടെ മുമ്പിൽ യാചിച്ചു നടക്കാത്ത, ആളുകളുടെ മുമ്പിൽ ചോദിച്ചിറങ്ങാത്ത, തന്റെ വിഷമങ്ങളെയും തന്റെ പ്രയാസങ്ങളെയും അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായ പട്ടിണി പാവങ്ങൾ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിഭവങ്ങളില്ല, ഭക്ഷണങ്ങളില്ല, രാത്രിയുമില്ല, പട്ടിണിയാണ്, വീട്ടുകാര് മുഴുവനും പട്ടിണിയാണ്. എന്നിട്ടും മറ്റൊരാളോട് തന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ തുറന്നു പറയാതെ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ച് പട്ടിണി കിടക്കുന്ന ദരിദ്രരായ ആളുകൾ. വബദനുൻ അലൽ ബലാഇ സ്വാബിറുൻ, വബദനുൻ അലൽ ബലാഇ സ്വാബിറുൻ. അല്ലാഹു തന്ന പരീക്ഷണങ്ങളാണ്, അല്ലാഹു തന്ന പട്ടിണിയാണിത്, അല്ലാഹു തന്ന ദാരിദ്ര്യമാണിത്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ക്ഷമിക്കുന്ന ദരിദ്രരായ ആളുകൾ, ക്ഷമിക്കാൻ തയ്യാറായ പാവങ്ങളായ ആളുകൾ, ആ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് മുതലാളിമാരെക്കാളും എത്രയോ മുമ്പ് സ്വർഗത്തിലേക്ക് എത്തുന്നവരാണ്. അതുകൊണ്ട് യാ ആയിഷ ലാ തറുദ്ദിൽ മിസ്കീന വലൗ ബിശഖ്ഖി തംറ. പാവങ്ങളായ മിസ്കീന്മാരെ നിങ്ങൾ കണ്ടാൽ അവർക്കൊരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം പോലും കൊടുക്കാതെ അവരെ ഒഴിവാക്കി വിടരുത് ആയിഷ. ലാ തറുദ്ദിൽ മിസ്കീന വലൗ ബിശഖ്ഖി തംറ. അങ്ങനെയുള്ള പാവങ്ങളായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ആയിഷ. അവരെ നെവർ മൈൻഡ് ചെയ്യരുത് ആയിഷ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ആയിട്ടില്ല ആയിഷ ബിവിയെ, അഹിബ്ബിൽ മസാകീന വഖദ്ദിബിഹിം. മിസ്കീന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം ആയിഷ. നാട്ടിലുള്ള പാവങ്ങളായ ആളുകളെ ആത്മാർത്ഥമായി സ്നേഹിക്കണം ആയിഷ. വഖദ്ദിബിഹിം, അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കണം ആയിഷ. നിങ്ങളിലേക്ക് അവരെ അടുപ്പിക്കണം, അവരുമായി ബന്ധം സ്ഥാപിക്കണം, അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. ഫഇന്നല്ലാഹ യുഖദ്ദിബുക യൗമൽ ഖിയാമ. അങ്ങനെ മിസ്കീന്മാരെ പാവങ്ങളായ ആളുകളെ സ്നേഹിക്കുകയും അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്താൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു നിങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ പാവങ്ങളെ അടുപ്പിച്ചാൽ അല്ലാഹു നമ്മളെയും അടുപ്പിക്കുമെന്നാണ്. നമ്മൾ പാവങ്ങളെ കണ്ടറിയുകയും അവരെ സഹായിക്കുകയും ചെയ്താൽ അല്ലാഹു നാളെ ഖിയാമത്ത് നാളിൽ നമ്മെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും. പ്രത്യേകമായ പരിഗണനയുണ്ടാകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുംതു അലാ ബാബിൽ ജന്നഹ, ഖുംതു അലാ ബാബിൽ ജന്നഹ. ഞാൻ സ്വർഗ്ഗത്തിന്റെ വാതിലിൽ നിൽക്കുകയാണ്, സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഫകാന ആമ്മതു മൻ ദഖലഹൽ മസാകീൻ. സ്വർഗ്ഗത്തിന്റെ അകത്തളങ്ങളിൽ ഭൂരിഭാഗവും മിസ്കീന്മാരാണ്, പാവങ്ങളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഅസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ. മുതലാളിമാരായ ആളുകൾ അല്ലാഹുവിന്റെ തടങ്കലിലാണ്. ഖുംതു അലാ ബാബിൽ ജന്നഹ, ഖുംതു അലാ ബാബിൽ ജന്നഹ. ഞാൻ സ്വർഗ്ഗത്തിന്റെ വാതിലിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ സ്വർഗ്ഗത്തിന്റെ അകത്തളങ്ങളിലേക്ക് നോക്കിയപ്പോ ഫകാന ആമ്മതു മൻ ദഖലഹൽ മസാകീൻ. സ്വർഗ്ഗത്തിൽ ഭൂരിഭാഗവും പാവങ്ങളായ മിസ്കീന്മാരാണ്. അപ്പൊ മുതലാളിമാർക്ക് സ്വർഗ്ഗമില്ലേ? ഞങ്ങൾ ഇത്രക്ക് സ്വതക്കെല്ലാം കൊടുത്തവരെ സഹായിച്ചിട്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗമില്ലേ? ഉണ്ട്. വഅസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ. അവർ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തിനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്? അവർക്ക് അല്ലാഹു ഒരുപാട് നിഅമത്ത് നൽകി. ആ നിഅമത്ത് എങ്ങനെ നിനക്ക് കിട്ടി, എങ്ങനെ നീ സമ്പാദിച്ചു, എവിടെ നിന്നാണ് നിന്റെ വരുമാനം, ഹലാലാണോ ഹറാമാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് ഹിസാബിന്റെ ദൈർഘ്യം കൂടിക്കൊണ്ടേയിരിക്കും. എത്ര സമ്പത്തുണ്ട് അതിനനുസരിച്ച് ഹിസാബിന്റെ ദൈർഘ്യം കൂടുമെന്നാണ്. സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് ഹിസാബിന്റെ ദൈർഘ്യം കൂടും. ഇപ്പൊ കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത സമ്പത്തിന്റെ ഉടമയായ ആളുകൾ എല്ലാം മുത്തഖീങ്ങളായിരിക്കും, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരായിരിക്കും. പക്ഷേ അവർക്ക് അല്ലാഹു ഒരുപാട് കാലം ഹിസാബ് ചെയ്യുമെന്നാണ്. ഓരോരോ നാണയത്തൊട്ടുകളും അല്ലാഹു നാളെ ചോദിക്കുമെന്നാണ്. എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, നിന്റെ വരുമാനം എവിടെ? കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമ്മൾക്ക് പരിചയമുണ്ട്. ഹൗദിലേക്ക് തന്റെ പോക്കറ്റിൽ നിന്നൊരു 50 പൈസയുടെ കോയിൻ വീണതിന്റെ പേരിൽ ഒരാളോടത് പെറുക്കിയെടുക്കാൻ
പെറുക്കിയെടുക്കാൻ പറയുകയും പെറുക്കിയെടുത്തതിന്റെ പേരിൽ അയാൾക്ക് 2 രൂപ ജോലി ചെയ്തതിന്റെ സാലറിയായി നൽകുകയും ചെയ്തു മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർകൾ. അപ്പോഴല്ലേ അവിടെയുള്ള ആളുകൾ ചോദിച്ചത്, 50 പൈസയല്ലേ ഹൗദിൽ നിന്ന് വീണത്, ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായത് 1.5 രൂപയല്ലയോ? അയാൾക്ക് ശമ്പളം കൊടുത്തപ്പോ 1.5 രൂപയായി. അപ്പൊ നിങ്ങൾക്കത് എടുക്കാതിരുന്ന പോരെ? അപ്പോഴാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്, കണ്ണിയത്ത് ഉസ്താദിന്റെ മറുപടി, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ഒരു 50 പൈസ ഒരു 50 പൈസ അനാവശ്യമായി ചെലവഴിക്കപ്പെട്ടാൽ, അഥവാ ഞാൻ ഈ ഹൗദിലേക്ക് വീഴുന്നത് കണ്ടിട്ടും അത് ഉപയോഗിക്കാതെ അതിനെ അവഗണിച്ചു കളഞ്ഞാൽ അള്ളാഹു നാളെ എന്നോട് ചോദിക്കില്ലയോ? അള്ളാഹു എന്നോട് ചോദിക്കില്ലയോ ഈ 50 പൈസയെ കുറിച്ച്? എവിടെ നിന്നുണ്ടാക്കി? എനിക്ക് മറുപടി പറയാം. എവിടെ ചെലവഴിച്ചു? മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? എവിടെയാണ് ചെലവഴിച്ചത്? ഫീമ അൻഫഖ, എവിടെയാണ് ചെലവഴിച്ചത്? എനിക്കെന്ത് മറുപടിയുണ്ട്? അതുകൊണ്ട് ഞാൻ ആ 1.5 രൂപ കൊടുത്തത്, 2 രൂപ കൊടുത്തത് അത് ജോലിക്കുള്ള സാലറിയാണ്. എനിക്ക് വെറുതെ സഹായം ചെയ്തു തരുന്നത് ഇഷ്ടമല്ല. ഒരാളും എനിക്ക് വെറുതെ സഹായം ചെയ്തു തരുന്നത് ഇഷ്ടമല്ല. ആ സഹായത്തിനുള്ള സാലറി ആയിട്ടാണ് നൽകിയത്. ഇതേപോലെ അള്ളാഹു നമ്മോട് ഓരോ നാണയത്തുട്ടുകളെ കുറിച്ചും ചോദിക്കുമെന്നാണ്. എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെ ഏത് ഭാഗത്താണ് ചെലവഴിച്ചത് എന്ന് വ്യക്തമായ മറുപടി പറയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മളെന്നും നമ്മുടെ സമ്പത്തിന്റെ വലിപ്പം കണ്ടിട്ടോ വരുമാനത്തിന്റെ വലിപ്പം കണ്ടിട്ടോ പാവങ്ങളെ പുച്ഛത്തോടെ നോക്കാൻ പാടില്ല. അവരോട് മോശമായി പെരുമാറാൻ പാടില്ല. അവരെ അവഗണിച്ച് കളയാൻ പാടില്ല. അവരുടെ കൂടെ നിൽക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവരെ സഹായിക്കലും നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്ത് അല്ലാഹു തആല ചോദിക്കുകയാണ്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാത്തുസ് സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ولا يحسبن الذين يبخلون بما آتاهم الله. അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങൾ, അല്ലാഹു നൽകിയ വരുമാനങ്ങൾ, അല്ലാഹുവാണ് ജോലി നൽകുന്നത്, അല്ലാഹുവാണ് ബിസിനസ് നൽകുന്നത്, നമ്മൾ ഉണ്ടാക്കുകയല്ല. ഇവിടെ എത്ര ആളുകൾ വലിയ വലിയ കച്ചവടങ്ങൾ തുടങ്ങുന്നുണ്ട്, കൊട്ടിഘോഷിച്ചുകൊണ്ടല്ലേ തുടങ്ങുന്നത്. പക്ഷേ അവരുടെ കച്ചവടങ്ങളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ വിജയിക്കുന്നുണ്ടോ? പെരുമ്പറ മുഴക്കി ആളുകൾക്കിടയിൽ ആഘോഷമാക്കി നല്ല പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് തുടങ്ങുന്ന എത്രയോ കച്ചവടങ്ങൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ തകർന്ന് തരിപ്പണമാവുന്നില്ലേ? അതിനിടയിൽ നമ്മൾ തുടങ്ങിയ കച്ചവടങ്ങളിൽ അള്ളാഹു നമ്മൾക്ക് ബർക്കത്ത് ചെയ്തില്ലയോ? നമ്മുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തില്ലയോ? ജോലിയില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുമ്പോ അള്ളാഹു നമ്മൾക്ക് ജോലി നൽകില്ലയോ? ആരോഗ്യമില്ലാതെ നടക്കാൻ കഴിയാതെ രോഗം കൊണ്ട് അല്ലാഹു ഒരുപാട് ആളുകളെ പരീക്ഷിച്ചപ്പോ നമ്മൾക്ക് അല്ലാഹു ആരോഗ്യം നൽകിയില്ലയോ? ഇതൊക്കെ അല്ലാഹു തന്നില്ലയോ? അല്ലാഹു പറയാണ്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ്. അല്ലാഹു നൽകുന്ന സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങൾ പിശുക്കി വെക്കുന്ന ആളുകൾ, ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ, അവര് വിചാരിക്കരുത് ഹുവ ഖൈറൻ ലഹും, ആ പിടിച്ചു വെച്ചത് കൊണ്ട് അവർക്ക് ഉപകാരമുണ്ടാകുമെന്ന്. അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അവർക്ക് ഉപകരിക്കുമെന്ന്, ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചത് അവർക്ക് ഉപകരിക്കുമെന്ന്, പല സ്ഥലങ്ങളിൽ നമ്മൾ എടുത്തു വെച്ചു നമ്മുടെ സമ്പാദ്യങ്ങൾ ചെലവഴിക്കാതെ, 5 പൈസ പോലും ചെലവഴിക്കാതെ ഇറുക്കി വെച്ചതെല്ലാം അവർക്ക് ഉപകരിക്കുമെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ഷർറായി മാറാനാണ് സാധ്യത. അവർക്കത് അപകടമായി മാറാനാണ് സാധ്യത. ആ സമ്പത്ത് കൊണ്ട് അവർക്ക് ഒരു ഉപകാരവും ലഭിക്കാൻ പോകുന്നില്ല ദുനിയാവിൽ. എന്നാൽ ആഖിറത്തിലെ കഥ ഇതിനേക്കാളും കഷ്ടമാണ്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. ഇന്ന് ചെലവഴിക്കേണ്ടത്, സകാത്ത് കൊടുക്കേണ്ടത്, സ്വതക്ക കൊടുക്കേണ്ടത് ചെലവഴിക്കാതെ പിശുക്കി വെച്ചാൽ നാളെ ആ സമ്പാദ്യങ്ങളെല്ലാം അല്ലാഹു ഒരു മാലയായി
നമ്മുടെ കഴുത്തിലണിയിപ്പിക്കുമെന്നാണ്. ഒരു ആഭരണമായി അല്ലാഹു നാളെ കഴുത്തിലണിയിപ്പിക്കുമെന്നാണ്. നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ പിശുക്കി വെച്ച എല്ലാ സമ്പാദ്യങ്ങളും, അത് സ്ഥലങ്ങളായാലും ശരി, സ്വർണങ്ങളായാലും ശരി, ക്യാഷ് ആയാലും ശരി, അത് നമ്മുടെ ഷോൾഡറിൽ അല്ലാഹു ആഭരണമായി ധരിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾക്ക് ഖൈറല്ല. പിശുക്കി വെക്കുന്നതിൽ അർത്ഥമില്ല. ആ പിശുക്കി വെക്കുന്നതായിരിക്കും എന്തെങ്കിലും ഒരു അപകടം വന്ന്, എന്തെങ്കിലും ഒരു രോഗം വന്ന് ആ പിശുക്കി വെച്ചതെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലാഹു ശക്തമായ പരീക്ഷണങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹു നൽകുന്ന സമ്പാദ്യങ്ങൾ, അല്ലാഹു നൽകുന്ന സഹായങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി നമ്മുടെ ചെലവ് കഴിഞ്ഞാൽ പാവങ്ങളായ ആളുകളെ, മിസ്കീന്മാരായ ആളുകളെ തേടിപ്പിടിച്ച് അവരെ സഹായിക്കണമെന്ന സന്ദേശമാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. ആളുകളെല്ലാം ഒരുമിച്ച് കൂടി ഒരു സദസ്സിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടോ എന്ന്? നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് നോമ്പെടുത്തിട്ടുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ജനാസ നിസ്കരിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിനോട് ചോദിച്ചപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ കൈ ഉയർത്തുന്നത്. ആദ്യം ചോദിച്ചു, ഇന്ന് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ആരുമില്ല. സിദ്ദീഖ് തങ്ങൾ കൈ പൊക്കി. പിന്നെ ചോദിച്ചു, ജനാസയെ പിന്തുടർന്നിട്ടുണ്ടോ? അപ്പോഴും കൈ പൊക്കിയത് സിദ്ദീഖ് തങ്ങളാണ്. നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും കൈ പൊക്കിയത് മഹാനായ സിദ്ദീഖ് തങ്ങളാണ്. പിന്നെ അവസാനമായി അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടോ? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, ഞാൻ പള്ളിയിലേക്ക് വരുമ്പോഴാണ് പള്ളിയുടെ സമീപത്ത് ഒരു യാചകനെ കാണാനിടയായത്. ഒരു യാചകൻ ഒരു മിസ്കീനെ കാണാനിടയായത്. ഞാൻ നേരെ എന്റെ വീട്ടിൽ പോയി വല്ലതും ഉണ്ടോ എന്ന് നോക്കി. വീട്ടിലൊന്നുമില്ല. എന്റെ മകൻ അബ്ദുറഹ്മാൻ ഒരു റൊട്ടി കഴിക്കുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിയല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടില്ല. അവന്റെ കയ്യിൽ നിന്ന് ആ റൊട്ടി ഞാൻ തട്ടിപ്പറിച്ചെടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ആ റൊട്ടി ഞാൻ വാങ്ങിച്ച് ഈ പാവപ്പെട്ട മിസ്കീനിന് ഞാൻ നൽകി. അങ്ങനെ ഇന്ന് ഞാൻ മിസ്കീനിന് ഭക്ഷണം നൽകി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഈ 4 കാര്യം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ദിവസം ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണെന്നാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യം? 1 സുന്നത്ത് നോമ്പെടുക്കുക, 2 രോഗികളെ സന്ദർശിക്കുക, 3 മിസ്കീന്മാരായ പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക, 4 മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അവരുടെ ജനാസയെ പിന്തുടരുക. ഈ 4 കാര്യം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അല്ലാഹു അവർക്ക് സ്വർഗ്ഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗ്ഗക്കാരും നരകക്കാരും പരസ്പരമുള്ള സംസാരത്തെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. സ്വർഗ്ഗക്കാരും നരകക്കാരും തമ്മിലുള്ള സംസാരം. സ്വർഗ്ഗക്കാര് ചോദിക്കും നരകക്കാരോട്, എന്തേ നിങ്ങൾ ഇങ്ങനെ നരകത്തിൽപ്പെടാനുള്ള കാരണം? സ്വർഗ്ഗക്കാരും നരകക്കാരും പരസ്പരം കാണുമെന്നാണ്. സ്വർഗ്ഗക്കാർക്ക് നരകക്കാരെ കാണാം, അവർക്ക് തിരിച്ചും കാണാം. അപ്പൊ സ്വർഗ്ഗക്കാര് നരകക്കാരോട് ചോദിക്കും, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ വീഴാൻ, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ അകപ്പെടാനുള്ള കാരണം എന്ത് എന്ന് അല്ലാഹു തആല പറയാണ്. അവിടെയുള്ള സ്വർഗ്ഗക്കാരായ ആളുകൾ ചോദിക്കുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. എന്തേ നിങ്ങൾ നരകത്തിൽ പെടാനുള്ള കാരണം? അപ്പോൾ അവർ പറയുന്ന മറുപടി, നരകക്കാര് പറയുന്ന മറുപടി എന്താണ്? അവര് പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കുന്നവരായില്ല. അല്ലാഹുവേ, ഞങ്ങൾ നിസ്കരിച്ചില്ല. ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. പള്ളിയിലേക്ക് ഞങ്ങൾ പോയില്ല. എന്നാൽ വീട്ടിൽ വെച്ചും
സുബഹിയുടെ സമയത്ത് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടും കേൾക്കാതെയും ഞങ്ങൾ കിടന്നുറങ്ങി. ളുഹറിന്റെ സമയത്ത്, അസറിന്റെ സമയത്ത്, മഗ്രിബും ഇശാഉം ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടപ്പോൾ നിസ്കരിക്കാൻ തയ്യാറാവാതെ ഒന്നുകിൽ തീരെ നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ തോന്നുമ്പോ ഖളായി നിസ്കരിച്ചു. ലം നകു മിനൽ മുസല്ലീൻ, കൃത്യമായി നിസ്കരിക്കുന്നവരായി മാറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നരകത്തിലകപ്പെട്ടത് എന്ന് നരകക്കാരായ ആളുകൾ സ്വർഗ്ഗക്കാരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാർ നിസ്കാരവുമായി അവർക്കുള്ള ബന്ധം എന്തായിരുന്നു? ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുളൂ ചെയ്യുമായിരുന്നു. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുളൂ ചെയ്യുമായിരുന്നു. എന്നിട്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് 40 വർഷക്കാലം നിരന്തരമായി പള്ളിയിലെത്തിയ മഹാന്മാരുണ്ട്. 40 വർഷക്കാലം നിരന്തരമായി പള്ളിയിലെത്തിയ മഹാന്മാരുണ്ട്. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലാണ് 40 വർഷക്കാലം. നമ്മൾ ജമാഅത്തിന് പോകുന്നത് പോലെയല്ല. നമ്മൾ പള്ളിയിലെ മുഖ്യരിക്ക ബാങ്ക് കൊടുത്തതിന് ശേഷം പള്ളിയിൽ വരും. പക്ഷേ പൂർവ്വസൂരികളായ ഒരുപാട് താബിഈങ്ങളും സഹാബാക്കളിലും പെട്ട പ്രമുഖരെല്ലാം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുളൂ ചെയ്ത് പള്ളിയിൽ പോയിരിക്കുമായിരുന്നു. അതേപോലെ ജമാഅത്തിന് കൃത്യമായി 40 വർഷക്കാലം ഇമാമിന്റെ നേരെ പിന്നിലിരുന്ന മഹാന്മാരുണ്ട്. മഹാന്മാരുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ നിസ്കാരത്തോട് അവർ കാണിച്ച ആ ഒരു താല്പര്യം എത്രയായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റ്, വിഷത്തിൽ മുക്കിയ കടാര കൊണ്ട് ശരീരത്തിലേക്കുള്ള വെട്ടേറ്റ് മഹാനായ ഉമർ തങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടപ്പോൾ, സുബഹി നിസ്കാരത്തിനാണ് വെട്ടേൽക്കുന്നത്, അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നുണ്ട്. ആ സമയത്താണ് നിസ്കാരത്തിന്റെ സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടു വരുന്നുണ്ട്, ഖളാവാൻ പോവുകയാണ്. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഉമർ തങ്ങളെ ഈ അബോധാവസ്ഥയിൽ നിന്ന് ഉണർത്താൻ ഒരൊറ്റൊരു വഴിയേ ഉള്ളൂ. എന്താണത്? അസ്സലാത്തു യാ അമീറൽ മുഅ്മിനീൻ. ഉമർ തങ്ങളെ നിസ്കാരത്തിന്റെ സമയമായി എന്ന് പറയുക. അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, വെട്ടേറ്റ് രക്തം വാർന്ന് ബോധമില്ലാതെ കിടക്കുകയാണ്. ഈ അബോധാവസ്ഥയിൽ നിന്ന് ഉമർ തങ്ങളെ ഉണർത്താൻ ഒരൊറ്റൊരു വഴിയേ ഉള്ളൂ. എന്താണ് ആ വഴി? അസ്സലാത്തു യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിസ്കാരത്തിന്റെ സമയമായി എന്ന് പറയണം. അങ്ങനെ അവർ പറഞ്ഞു, അസ്സലാത്തു യാ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മഹാനായ ഉമർ തങ്ങൾ അബോധാവസ്ഥയിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അലാ, നിങ്ങൾ അറിയണം, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാ, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവർ, യാതൊരു സ്ഥാനമില്ല, അവർ മുസ്ലിം എന്ന പേരില്ലാതെ അവർക്ക് വേറെ ഒരു പ്രത്യേകതയും ഇസ്ലാമിലില്ല എന്ന് മഹാനായ ഉമർ തങ്ങൾ പറയുകയും ആ രക്തം വാർന്നൊലിക്കുന്ന ശരീരവുമായി ഉമർ തങ്ങൾ സുബഹി നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാണ്. നിസ്കാരത്തിന്റെ വിഷയം വളരെ ഘോരമാണ്. വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് അല്ലാഹു നരകം നൽകുന്നത്. ഏത് നിസ്കാരക്കാർ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ബാങ്ക് വിളിക്കുന്നുണ്ട്, അവര് ഫ്രീ ആണെന്നിട്ട് നിസ്കരിക്കുന്നില്ല. സുബഹി ബാങ്ക് വിളിക്കുന്നുണ്ട്, കിടന്നുറങ്ങുകയാണ്, നിസ്കരിക്കുന്നില്ല. മഗ്രിബ് ബാങ്കിന്റെ വിളിയാളം കേട്ടു, നിസ്കരിക്കുന്നില്ല. അസ്ർ നിസ്കാരത്തിന്റെ ബാങ്കിന്റെ വിളി കേട്ടിട്ടും അവർ നിസ്കരിക്കുന്നില്ല. ളുഹർ ബാങ്ക് വിളിച്ചു 12:20, പക്ഷേ നിസ്കരിക്കുന്നത് 3:40. അസ്റിന്റെ തൊട്ട് മുമ്പാണ് അവർ നിസ്കരിക്കുന്നത്. ഒരുപക്ഷേ ആ നിസ്കാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ നിസ്കാരം അതാ ആയിട്ടുണ്ട്, പക്ഷേ അവസാന സമയത്താണ്. ഈ രീതിയിലെല്ലാം നിസ്കാരത്തോട് അവഗണന കാണിച്ച് നിസ്കാരത്തെ പിന്തിപ്പിച്ച് തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു വൈലെന്ന നരകം, ശക്തമായ വേദനാജനകമായ നരകശിക്ഷ നൽകുമെന്ന് അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമായി നമ്മൾ എടുക്കണം. 10 വയസ്സ് മുതൽ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാവണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. 10 വയസ്സ് മുതൽ തന്നെ തഹജ്ജുദ് ശീലിപ്പിക്കണം. നമ്മുടെ പെൺമക്കളായാലും ആൺമക്കളായാലും സ്കൂളിൽ പോകുന്നവരായാലും അല്ലേലും 10 വയസ്സായ മക്കളെ വിളിച്ച് ഓനെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് നിസ്കരിപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ചെങ്കൂറ്റം കാണിക്കണം. അങ്ങനെയാണ് മഹാന്മാരായ അബൂ ഹനീഫ ഇമാമിനെ പോലെയുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ള, പ്രഗൽഭരായ സുഫ്യാൻ ഇബ്നു ഉയൈന തങ്ങളെ പോലെയുള്ള
ആ മഹാന്മാരുടെ മാതാവ് അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. വളരെ ചെറുപ്പത്തിൽ ഉപ്പമാര് മരിച്ചുപോയിട്ടും മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ 10 വയസ്സുള്ള സമയത്ത് വരെ തഹജ്ജുദ് നിസ്കരിപ്പിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു, സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ. അങ്ങനെ തന്നെയായിരുന്നു പൂർവ്വകാല സൂരികളായ പ്രഗത്ഭരായ മഹാന്മാർ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, 10 വയസ്സ് മുതൽ തന്നെ നമ്മുടെ മക്കൾ തഹജ്ജുദ് നിസ്കാരം ശീലിക്കട്ടെ. എന്താണ് തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ? ഒരു മുഅ്മിനിന്റെ അന്തസ്സും അഭിമാനവും തഹജ്ജുദിലാണുള്ളത്. ഒരു മുഅ്മിനിന്റെ അഭിമാനവും അന്തസ്സും തഹജ്ജുദിലാണുള്ളത്. മുഖത്തിന്റെ വെളിച്ചമുള്ളത് തഹജ്ജുദിലാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല, ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണത്. അല്ലേ? നമ്മൾ കുറങ്ങി കിടക്കുന്ന സമയമാണ്. ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ ദാഇൻ, ആർക്കെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആർക്കെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടാനുണ്ടോ? ഹൽ മിൻ സായിലിൻ, ആർക്കെങ്കിലും എന്നോട് വല്ലതും ചോദിക്കാനുണ്ടോ? കടങ്ങളില്ലേ? രോഗങ്ങളില്ലേ? ഇല്ലേ? രോഗങ്ങളില്ലാത്ത ആളുകളുണ്ടോ? കടങ്ങളില്ലാത്ത ആളുകളുണ്ടോ? ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാത്തവരുണ്ടോ? ഉണ്ടോ? നമ്മൾക്കൊക്കെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളില്ലേ? ആ ആഗ്രഹങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് ഈ തഹജ്ജുദ് എന്ന് പറയുന്നത്. രോഗങ്ങളുണ്ടെങ്കിൽ എണീറ്റ് നിന്നിട്ട് ഒരു 3:30 മണിയാകുമ്പോഴേക്കും എണീറ്റ് നിന്ന് വുളൂ ചെയ്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാം. അല്ലാഹുവേ, നീയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്, നീയാണ് ചോദിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, അല്ലാഹുവേ നീ എനിക്ക് ശിഫ നൽകണേ അല്ലാ, നീ എനിക്ക് സുഖം നൽകണേ അല്ലാ. നീയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്, എന്റെ ആരോഗ്യം നീ എനിക്ക് ആരോഗ്യം നൽകണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. രോഗികളായ ആളുകൾക്ക്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, ദുആ ചെയ്താൽ ഉത്തരം നൽകുമെന്ന് നീ പറഞ്ഞ സമയമാണിത്. ഒരുപാട് കടങ്ങളുണ്ട്, എന്റെ കടങ്ങൾ കൊടുത്തു വിട്ടാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. മക്കളുടെ കല്യാണക്കാര്യം, വീടിന്റെ കാര്യം, മക്കളുടെ കാര്യം, ഏത് വിഷയമാണെങ്കിലും ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭൂമിയിലെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ദുആഇന് ഉത്തരം നൽകുന്ന സമയമാണത്. തഹജ്ജുദിന്റെ സമയം എന്ന് പറയുന്നത് ദുആഇന് ഉത്തരമുള്ള സമയമാണത്. ഇന്ന് ദുആ ചെയ്ത ഇന്ന് തന്നെ ഉത്തരം കിട്ടുന്നില്ല. നിങ്ങൾ കടം കൊടുത്തു വിട്ടാൻ വേണ്ടിട്ട് ഇന്ന് ഒരു ദിവസം വേണ്ടിട്ട് ദുആ ചെയ്തു, അന്ന് അല്ലാഹ് നേരെ വലിയൊരു ചെക്കും കൊണ്ടുവന്നിട്ട് എന്താ കടം കൊടുത്തു വിട്ടിക്കോളെന്ന് പറയില്ല. 2 ദിവസം ദുആ ചെയ്തിട്ട് ഇതൊന്നും നടക്കുന്ന വിഷയമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കും. അല്ല, നിസ്കരിക്കുകയും ക്ഷമിക്കുകയും വേണമെന്നാണ് പറഞ്ഞത്. നിസ്കരിക്കുകയും വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളോട് നിസ്കരിക്കാൻ പറയണം. വസ്തബിർ അലൈഹാ, അതോടൊപ്പം ക്ഷമിക്കാനും പറയണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ. അല്ല, വസ്തബിർ അലൈഹാ, ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കണം. വീട്ടുകാരായ എല്ലാ ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നതോടൊപ്പം ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, വീട്ടുകാരോട്, മക്കളോട്, വീട്ടിലുള്ള എല്ലാ ആളുകളും തഹജ്ജുദ് നിസ്കരിക്ക്. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ഇതുവരെ നമ്മുടെ മരണം വരെ ദുആ ചെയ്യ്, മരണം വരെ ദുആ ചെയ്യ്. ദുആ നിരാശയോടെ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. അല്ലാഹു ഉത്തരം നൽകുമെന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു വന്ന് ഏത് ദുആ ചെയ്താലും ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയ സമയമാണത്. അതുകൊണ്ട് ആ രാത്രിയിൽ 10 വയസ്സ് മുതലുള്ള ആളുകൾ തന്നെ തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. പിന്നെ സുബഹി ബാങ്ക് വിളിക്കും. അങ്ങനെ സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോഴേക്കും പള്ളിയിൽ പോകണം. സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങരുത്, അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത് ഈ സമയത്തുള്ള ഉറക്കമാണ് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ രാത്രിയിൽ ഉറങ്ങിയ ആളുകൾ രാവിലെ ഉണരാറില്ല. അത് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഗൾഫിൽ പോയാൽ പറയും ഇന്നലെ ഒരാൾ അങ്ങനെ ഉറക്കത്തിൽ മരിച്ചു, കഴിഞ്ഞ മാസം ഒരാൾ മരിച്ചിരുന്നു, 2 ആഴ്ച മുമ്പ് ഇന്നാലിന്ന് ബംഗ്ലാദേശിൽ ഒരാൾ മരിച്ചിരുന്നു, അങ്ങനെയൊക്കെ പറയും. കുറെ ഞാൻ കേട്ടതാണ്. ഏത് രാജ്യത്തുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന ആളുകൾ മരിച്ചു പോകുന്നത് ചെറുപ്പക്കാരാണ്. എന്താ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? ഇന്നലെ ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശം കണ്ടു. അതിന്റെ പിന്നിൽ നമ്മുടെ ഉറക്കാണ്. അശാസ്ത്രീയമായ ഭക്ഷണവും അശാസ്ത്രീയമായ ഉറക്കുമൊക്കെയാണ്. ഏതായാലും സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല, അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നാണ്. ഒരു വീട്ടിൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ നിർബന്ധമായി ഈ വിഷയം ശ്രദ്ധിക്കണം. സ്ത്രീകൾ ഉറങ്ങാനേ പാടില്ല. സുബഹിക്ക് ശേഷം ഒരു കാരണവശാലും സ്ത്രീകൾ ഉറങ്ങാനേ പാടില്ല. ആ വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെടുന്നതാണ് സുബഹിക്ക് ശേഷം ഉറങ്ങിയിട്ട് രാവിലെ ഉറങ്ങി 8 മണിക്ക് എണീറ്റ് പോയി കിച്ചണിൽ പോയി പാചകം ചെയ്യാം. വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് ജോലി തുടങ്ങിക്കോളൂ. ഒരു 10 മണിക്ക് ഉറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. 10 മണിക്ക് വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ. ഉറക്ക് അതിന് സമയമുണ്ട്. അത് ശാരീരികമായ പ്രയാസങ്ങൾ. ഏതായാലും നമ്മുടെ ചർച്ച എന്തേ നിങ്ങൾ നരകത്തിലകപ്പെട്ടത്? നിങ്ങൾ നരകത്തിലകപ്പെടാനുള്ള കാരണമെന്ത് എന്ന് സ്വർഗ്ഗക്കാർ നരകക്കാരോട് ചോദിക്കും. നരകക്കാര് പറയും, ഞങ്ങൾ നിസ്കരിക്കുന്നവരായില്ല, കൃത്യമായി നിസ്കരിക്കുന്നവരായില്ല. സ്കൂളിലേക്ക് പോയാൽ ദുഹർ നിസ്കാരം ഞങ്ങൾക്കില്ല. കൂലിപ്പണിക്ക് രാവിലെ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് 5 മണിക്കാണ്. അപ്പൊ ഉച്ചയ്ക്ക് ഒരു ദുഹർ നിസ്കാരമുണ്ട്, അതില്ല. ദുഹർ നിസ്കാരം എന്തേ? ഡ്രസ്സിലൊക്കെ ചളി ഉണ്ടാവും, പിന്നെ അതൊക്കെ മാറ്റിയിട്ടൊന്ന് കുളിച്ച് പള്ളിയിൽ പോകാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. നിങ്ങളെ കൂലിപ്പണിയായാലും എന്ത് പണിയായാലും നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള പണിയിൽ ഒരു ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് ഡ്രസ്സിൽ ചളി ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒരു വസ്ത്രം നമ്മുടെ കയ്യിലുണ്ടാകും. ഒന്ന് കാലും കൈയും കഴുകി ആ വസ്ത്രം വിട്ട് പള്ളിയിലാണെങ്കിൽ പള്ളി, അവിടെ വീട്ടിലാണെങ്കിൽ വിട്ട്. എവിടെ ജോലി ചെയ്യുന്നത്? ദുഹർ നിസ്കരിച്ചിരിക്കണം. അതേപോലെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളും അതേപോലെ നിസ്കാരങ്ങൾ നമ്മളിൽ നഷ്ടപ്പെടാൻ പാടില്ല. നിസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. നിസ്കാരങ്ങൾ അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോഴാണ് ആ നിസ്കാരത്തിൽ ബറക്കത്തുള്ളത്. അപ്പോഴാണ് ആ നിസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നത്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. വീട്ടുകാരോടും കുടുംബക്കാരോടും കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന റിസ്ക് ഞാൻ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഞാൻ നൽകാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എല്ലാവരും കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. നിസ്കരിച്ചില്ലെങ്കിലോ നാളെ മഹ്ശറാ ലോകത്ത് അല്ലാഹു ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. മഹ്ശറാ ലോകത്ത് അല്ലാഹു ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഒരു നിസ്കാരം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അറിയാതെ നഷ്ടപ്പെട്ടു അല്ലാഹു പുറത്തു തരും. ഉറങ്ങിയിട്ട് നഷ്ടപ്പെട്ടു അല്ലാഹു പുറത്തു തരും. മനഃപൂർവ്വം ബോധപൂർവ്വം ഒരു നിസ്കാരം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. ഞങ്ങൾ നരകത്തിലെത്താനുള്ള ഒന്നാമത്തെ കാരണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്തേ? വലം നകുനു തുഇമുൽ മിസ്കീൻ. മിസ്കീന്മാരായ ആളുകളെ ഞങ്ങൾ ഭക്ഷിപ്പിച്ചില്ല. നാട്ടിലുള്ള മിസ്കീന്മാരായ ആളുകളെ ഞങ്ങൾ തേടിപ്പിടിച്ച് ഭക്ഷണം നൽകിയില്ല. അവർക്ക് യാതൊരു പരിഗണന നൽകിയില്ല. അവർക്ക് സഹായം നൽകിയില്ല. ഒരുപാട് പട്ടിണി പാവങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ട് അവരെ തിരിഞ്ഞു നോക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ കിടന്നത് എന്ന് നരകക്കാരായ ആളുകൾ നാളെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സഹചാരിയുടെ കൂടെ നമ്മൾ നിൽക്കാം. ഇത് പറയും. എല്ലാരും പറയും. സദഖ കൊടുക്കാത്ത, സഹായിക്കാത്ത എല്ലാരും പറയും. അങ്ങനെയല്ല പറഞ്ഞില്ല? അല്ലാഹു പറഞ്ഞില്ലയോ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ويقول رب لولا أخرتني إلى أجل قريب فأصدق. അല്ലാഹുവേ, എനിക്കൊരൽപ്പം സമയം തന്നാൽ ഞാൻ സ്വതക്ക നൽകാമെന്നല്ലേ മരണസമയത്ത് ആളുകൾ പറയുന്നത്. അതെന്താ ഞാൻ നിസ്കരിച്ചോളാന്ന് പറയാത്തത്? എനിക്ക് കുറച്ച് സമയം കൊണ്ട് ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് നോമ്പ് എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊരു ഹജ്ജ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഓതട്ടെ. ഇതൊന്നും അല്ലല്ലോ പറയുന്നത്.
ഇത് പറയുന്നതാണ്. സാമ്പത്തികമായി പിശുക്കു കാണിച്ച് എല്ലാവരും പറയും. കാരണം മരണസമയത്താണ് സ്വതക്കയുടെ മഹാത്മ്യം അവർക്ക് തിരിച്ചറിയാം. സ്വതക്ക കൊടുക്കുന്ന ആളുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് മരണസമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അവസരം നൽകുമെന്നാണ്. സ്വതക്ക നൽകുന്ന ആളുകൾ, നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ മരണസമയത്ത് പ്രയാസം വരുമ്പോൾ അവർ ചിന്തിക്കും, ഞാൻ സ്വതക്ക കൊടുത്തിരുന്നെങ്കിലെന്ന്. അപ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ എനിക്കൊരൽപ്പം സമയം തരൂ, ഞാൻ സ്വതക്ക കൊടുക്കട്ടെ. എന്തിന്? മരണവേദന ഇല്ലാതിരിക്കാൻ, മരണത്തിന്റെ സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി അള്ളാഹുവേ എനിക്കൊരൽപ്പം സമയം തരൂ എന്ന് പറയുമെന്നാണ്. പക്ഷേ ആ സമയത്ത് അള്ളാഹു ഒരാൾക്കും അവധി നൽകൂല, ഒരാൾക്കും സമയം നൽകൂല. ആ സമയത്ത് അള്ളാഹു കൊണ്ടുപോകും. അതുകൊണ്ട് ആ സമയത്തേക്ക് കാത്തിരിക്കാതെ അള്ളാഹു നൽകിയ സമ്പാദ്യങ്ങൾ ദീനിയായ മേഖലകളിൽ നമ്മൾ സഹായിക്കുക, ചെലവഴിക്കുക. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഹദീസുകളിൽ കാണാം, അല്ലാഹുമാരോ മാതാപിതാക്കളോ മക്കളോ നാട്ടുകാരോ ആരും അറിയാത്ത വലിയ വലിയ തെറ്റുകളൊക്കെ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. അതിന്റെ പേരിൽ അള്ളാഹു നമ്മോട് കോപിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ആ കോപം, നമ്മുടെ പഴയകാല തിന്മകളൊക്കെ അള്ളാഹു മായ്ച്ചു കളഞ്ഞ് അള്ളാഹുവിന്റെ കോപം എടുത്തു കളയാനുള്ള എളുപ്പവഴി രഹസ്യമായ ഒരുപാട് സ്വതക്കകൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, സലാം പറയണം, സലാമു അലൈക്കും എന്ന് പറയണം, കാണുന്നവരോടൊക്കെ സലാം പറയണം. അവിടെ സംഘടന ഒന്നും നോക്കണ്ട, സലാം പറയാൻ. ഏത് സംഘടന, ഏത് പാർട്ടിക്കാരന് അയാൾക്ക് സലാം ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. മുസ്ലിമീങ്ങളായ ആളുകളോട് സലാം പറയണം. അഫ്ശുസ്സലാം, അവര് മടക്കുമോ ഇല്ലയോ അത് നിങ്ങൾ നോക്കേണ്ട. അസ്സലാമു അലൈക്കും എന്ന് പറയും. ആണുങ്ങൾ ആണുങ്ങളോട്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട് സലാം പറയും. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, സലാം പറയുക. അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും, നിങ്ങൾക്കിടയിൽ അസൂയയില്ലാതിരിക്കാൻ കാരണമാകും, നിങ്ങൾക്കിടയിൽ പിണക്കമില്ലാതിരിക്കാൻ കാരണമാകും. ഭാര്യയുടെയും മക്കളുടെയും ഇടയിൽ സ്നേഹമുണ്ടാവാൻ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ, ചങ്ങാതിമാർക്കിടയിൽ, ഉസ്താദിന്റെയും ശിഷ്യന്മാരുടെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ബലാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ, പറഞ്ഞു തരൂ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ട് ഒന്നാമതായി അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയണം. ഭക്ഷണം നൽകണം. ഭക്ഷണം നൽകണം. ആർക്കാണ് ഭക്ഷണം നൽകേണ്ടത്? ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ നല്ല സൽക്കാരങ്ങൾ ഉണ്ടാക്കി, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ വിളിക്കാം, അയൽവാസികളെ വിളിക്കാം, കുടുംബക്കാരെ വിളിക്കാം, നമ്മളുമായി ബന്ധമുള്ള ആളുകളെ വിളിക്കാം, അങ്ങനെ ഭക്ഷണം നൽകണം. അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് അയൽവാസികളുടെ വീട്ടിലേക്ക് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പട്ടിണി പാവങ്ങളുണ്ട് എന്നറിഞ്ഞാൽ അവരോട് നേരത്തെ പറഞ്ഞവർക്കുള്ള ഉച്ചഭക്ഷണം, അവർക്കുള്ള രാത്രി ഭക്ഷണം നമ്മൾക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ ഭക്ഷണം നമ്മൾ കൊടുക്കുക. നാട്ടിലൊക്കെ പ്രയാസപ്പെടുന്ന യാചകന്മാര് കടന്നു വരുമ്പോ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീട്ടുകാരുണ്ട് എന്നറിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണം. കുടുംബക്കാരോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. വസ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയമുണ്ട്. ആ സമയമാണ് തഹജ്ജുദിന്റെ സമയം. ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങളും ഉറങ്ങണ്ട, നിങ്ങൾ എണീറ്റ് നിന്നിട്ട് നിസ്കരിക്കും. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എണീറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്നുറങ്ങും. പക്ഷേ ആയിഷ ബീവി ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ പള്ളിയിൽ ചെന്ന് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. ഉറങ്ങുമ്പോൾ നബി തങ്ങൾ കൂടെയുണ്ട്. പിന്നെ നബി തങ്ങൾ നോക്കുമ്പോൾ കാണുന്നില്ല. ആയിഷ ബീവി ഇങ്ങനെ തെരഞ്ഞു നോക്കുമ്പോഴേക്കും നബി തങ്ങളുടെ കാല് കിട്ടും. നോക്കുമ്പോ പള്ളിയിൽ സുജൂദിലാണ്. പള്ളിയും വീടും പരസ്പരം ഒട്ടിച്ചേർന്ന് കിടക്കുകയാണ്. നബി തങ്ങളുടെ പള്ളിയും വീടും ഒന്നിച്ചാണ്. വീട്ടിൽ നിന്ന് കാല് വെക്കുന്നത് പള്ളിയിലേക്കാണ്. അപ്പൊ നബി തങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കായിരിക്കും. ആയിഷ ബീവിക്ക് അതറിയില്ല.
അതുപോലെ മഹാന്മാരായ താബിഈങ്ങളിലെ പ്രമുഖരായ പല ആളുകളും ഇപ്പുറത്ത് ഭാര്യ കിടന്നുറങ്ങുന്നുണ്ട്. 20 വർഷക്കാലം ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് ഭാര്യ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ പേടിച്ച് കരയാൻ തുടങ്ങും. കരഞ്ഞ് 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 തലയണ അവിടുത്തെ വിരിപ്പെല്ലാം നനഞ്ഞാലും ഭാര്യയ്ക്ക് അറിയുമായിരുന്നില്ല, അള്ളാഹുവിനെ പേടിച്ച് കരയുമായിരുന്നു. രാത്രിയായാൽ ഭാര്യ ഉറങ്ങിക്കിടന്നു എന്ന് ഉറപ്പായാൽ എണീറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. ഭാര്യ പോലും അറിയാത്ത, മക്കള് പോലും അറിയാത്ത, ചങ്ങാതിമാരറിയാത്ത, നമ്മളും നമ്മുടെ റബ്ബും മാത്രം ബന്ധമുള്ള ഒരുപാട് അമലുകൾ നമ്മൾക്കുണ്ടാവണം. അതിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, അതിൽ സ്വതക്കകൾ വേണം, അതിൽ ഖുർആനോത്ത് വേണം, അതിൽ ദിക്റുകൾ വേണം, സ്വലാത്ത് വേണം. ഒരാളും അറിയാത്ത നന്മകൾ നാമും നമ്മുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. വേറെ ഒരാളെയും അറിയിക്കാതെ വേറെ ഒരാളുടെ മുമ്പിലും ചെയ്യാത്ത രഹസ്യമായ നന്മകൾ ഒരുപാട് നമ്മളിൽ ഉണ്ടാവണം. നമ്മളിൽ ഒരുപാട് രഹസ്യമായ നന്മകൾ ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യണം? രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. രാത്രി ഉറങ്ങാതെ നിസ്കരിച്ച് 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 സുബഹിയാകുമ്പോൾ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് രാത്രിയായി ഭാര്യ ഉറങ്ങിയ വേഗം എണീറ്റ് നിസ്കരിക്കും. എന്നിട്ട് സുബഹിയുടെ സമയമാകുമ്പോ ഭാര്യ എണീക്കുന്നറിയുമ്പോ പതുക്കെ വന്നിട്ട് ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങും. എന്തിന്? ഭാര്യ എന്റെ നിസ്കാരം അറിയാൻ പാടില്ല, അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യോ? നമ്മളെങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരും അയൽവാസികളും നാട്ടുകാരും ഒത്ത് അറിയിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ വല്ല അമലുണ്ടോ? 1000 രൂപ 2000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരെ മൊത്തറിയിക്കും. രഹസ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ? കവറിൽ ഇപ്പോ 100 രൂപ ഇട്ടാൽ ആരും അറിയില്ല, അതുകൊണ്ട് 100 രൂപ മതി എന്ന് വിചാരിച്ചിട്ട് കവറിലിടുന്ന ആളുകളില്ലേ? എന്നാൽ നേരെ മറിച്ച് ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഈ കവറിലിട്ടാൽ അത് രഹസ്യമായ സ്വതക്കയാണ്, ഇവർ 5000 രൂപ കവറിലിട്ട് കൊടുക്കുക, ആരും കാണണ്ട, ഞാനെന്റെ റബ്ബ് അറിഞ്ഞാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് അമലുകൾ നമ്മളിൽ ഉണ്ടാവണം. മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം തങ്ങൾ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കയറാനുള്ള 4 കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കയറാനുള്ള, സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? അതിലൊന്ന് നന്നായി സലാം പറയുക. 2 പാവങ്ങളായ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. പാവങ്ങളായാലും അല്ലേലും, കുടുംബക്കാരായാലും നാട്ടുകാരായാലും അയൽവാസികളായാലും ഇടയ്ക്കിടെ അവർക്ക് ഭക്ഷണം നൽകുന്നത്, ഭക്ഷണം കഴിപ്പിക്കുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. വസിലുൽ അർഹാം, കുടുംബബന്ധം നന്നായി ചേർക്കണം, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കാതിരിക്കുക. 4-മത്തേത് വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതൊക്കെ? ഒന്ന് പറഞ്ഞോളൂ. ഒന്ന്, ഗൾഫിൽ പ്രയാസം വരുമ്പോ വിഷമം എന്താ? തിന്നാൻ പറ്റൂല എന്നുള്ള പേടിയാണ്. ഇവിടെ ലോകത്തെല്ലാരും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ്. തിന്നാനും മനുഷ്യന് വേണ്ടെങ്കിൽ ആരും ഇവിടെ കഷ്ടപ്പെടുന്നില്ല. തിന്നാൻ വേണ്ടെങ്കിൽ എന്തിനാ കഷ്ടപ്പെടുന്നത്? ജീവിച്ചു പോയ പോലെ. 2-മത്തേത് ഭക്ഷണം നൽകൽ, 3-മത്തേത് കുടുംബബന്ധം ചേർക്കൽ, 4-മത്തേത് തഹജ്ജുദ് നിസ്കരിക്കൽ. ഈ 4 കാര്യം ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങളിൽ മിസ്കീന്മാരെ സ്നേഹിച്ചിരുന്നത് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മിസ്കീന്മാരെ സ്നേഹിച്ചിരുന്നത് ജഅഫർ തങ്ങളാണെന്ന്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്തേക്കൊക്കെ ബക്കറ്റ് വരും. അങ്ങനെ ബക്കറ്റ് വരുമ്പോ നല്ലൊരു സംഖ്യ ഇട്ടിട്ട് എല്ലാവരും സഹായിക്കും. ഓക്കെ, എല്ലാവരും ഉണ്ടാവല്ലേ? ഇതൊരു വളരെ ജാരിയായ സ്വതക്കയാണ്, ആരും കാണാത്തൊരു സ്വതക്കയാണ്. ഈ സ്വതക്ക നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു സംഖ്യ ഇട്ട് കൊടുക്കുക. ഒരു മിനിമം 500 ഇട്ട് കൊടുക്കല്ല. പോക്കറ്റിൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ല നോട്ട്. 500 കൊണ്ടുവരാത്ത ആളിന്റെ അടുത്ത് ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. നിങ്ങളെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ലൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ. നിന്നെ കവർ തന്നിട്ടുണ്ടാവും, കവർ തന്ന ആളുകൾ കവർ ഏൽപ്പിക്കുക. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങളിൽ മിസ്കീന്മാരെ സ്നേഹിച്ചിരുന്നത് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. കുന്തു ഇദാ സഅൽതുഹു അൻ മസ്അല, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് വല്ല മസ്അലയും ഞാൻ ചോദിച്ചാൽ, എന്തെങ്കിലും സംശയം ചോദിച്ചാൽ, ശ്രദ്ധിക്കണേ,
ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ഞാൻ വല്ല മസ്അലയും ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ എന്നോട് അപ്പൊ ഉത്തരം ഒന്നും പറയില്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം ആ സമയത്ത് എനിക്ക് തരാറില്ല. പിന്നെയോ എന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് പോകും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിക്കും, യാ അസ്മാ, അസ്മാ ബീവിയെ ഭാര്യയെ വിളിക്കുകയാണ്, അത്അമീന, ഞങ്ങൾക്ക് ഭക്ഷണം താ എന്ന് പറയും. മനസ്സിലായോ? ചോദ്യം, എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ എന്റെ കൈയും പിടിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ട്, ഉത്തരമൊന്നും പറയില്ല, നേരെ വീട്ടിലേക്ക് കൊണ്ട് പോന്നിട്ട് ഭാര്യയോട് പറയും, ഭക്ഷണം ഉണ്ടാക്ക്, ചായ എടുക്ക്, ജ്യൂസ് എടുക്ക്, നല്ല ഇളനീരെടുക്ക്, ഭക്ഷണം എടുക്കെന്ന് പറയും. അങ്ങനെ ഭാര്യ ഭക്ഷണം കൊണ്ടുവരും. ഫഇദാ അത്അമത്നാ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എന്താണോ ഞാൻ ചോദിച്ചത് അതിനുള്ള മറുപടി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ മിസ്കീന്മാരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ സംസാരിക്കുകയും ചെയ്യുന്ന വളരെ പ്രഗൽഭനായ ഒരു സ്വഹാബിയായിരുന്നു മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതേപോലെ മിസ്കീന്മാരെ സ്നേഹിക്കുന്നവരാവണം നമ്മൾ. എങ്കിലേ നമ്മൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.